ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ ഒരു ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സുകൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതെല്ലാം കൂടിയിട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അത് ആമസോണിൽ നിന്നുണ്ട്, ഫ്ലിപ്കാർട്ടിൽ നിന്നുണ്ട്, നൈക്കയിൽ നിന്നുണ്ട്, മിന്ത്രേന്നുണ്ട്. ഇല്ല, മിന്ത്രേന്ന് ഇതിലില്ല, അത് വേറെ ഡ്രസ്സാണ്. അത് വീട്ടിലിടാനുള്ള ഡ്രസ്സല്ല, അത് പിന്നീട് ഞാൻ വേറെ കാണിക്കാം. പുറത്തേക്കിടുന്ന ഡ്രസ്സുകൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത്, അത് പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് കാണാം ഇപ്പോൾ. അപ്പോൾ ഇതിന്ന് തുടങ്ങാം. ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആണെന്ന്, അതെ, ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ്, മിക്സ് ഒന്നും ഇല്ല തോന്നുന്നുണ്ട്. ഇടാനൊക്കെ നല്ല സുഖമുണ്ട്. ഇത് ഞാൻ പല വീഡിയോയിലും ഇട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനേ ഏത് വീഡിയോയിലാണ് ഞാൻ ഇട്ടത് എന്നുള്ളത് അതിൻ്റെ ലിങ്ക് കൊടുക്കാം, പിന്നെ വാങ്ങിച്ച ഓൺലൈനിൻ്റെ ലിങ്കും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഡ്രസ്സ് കാണും ചെയ്യാലോ. ഇപ്പം ഞാൻ ഇട്ടിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ കാണിക്കുന്നില്ല. ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ ഓരോ വീഡിയോയിൽ ഇട്ട ഡ്രസ്സുകളല്ലേ. ഇതാണ് ഇതിൻ്റെ നെക്കൊക്കെ ഇങ്ങനെ വരും, ഇങ്ങനെ സ്ലിറ്റുള്ള ടൈപ്പാണ്. കളറൊന്നും പോകുന്നില്ല കേട്ടോ, ലൈനിങ് ഒന്നുമില്ല, കളറൊന്നും പോകുന്നില്ല, പിന്നെ അങ്ങനെ ചുരുങ്ങുന്നൊന്നുമില്ല. ഇത് കുറേ പ്രാവശ്യം വാഷ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇതിന് വിലയും കുറവാണ്. വില ഒരു 400-ന് താഴെയാണ്. കറക്റ്റ് ചിലപ്പോൾ ഞാൻ റേറ്റ് പറയണത് ചിലപ്പോൾ കറക്റ്റ് തന്നെ ആവണമെന്നില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഏകദേശം ഓർത്തിട്ട് പറയാണ്. ഞാനിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ മാറും. ഇത് ഒരു 360 എത്രയാണെന്നാണ് തോന്നണത് എനിക്കിപ്പോൾ. അതിനൊരു പാൻറ്റും ഉണ്ട്. ഇനി ഈ ഡ്രസ്സ് ഇതിനും 300-400 ആ റേഞ്ച് തന്നെ ഉള്ളൂ. ഇതിൻ്റെ നെക്ക് എങ്ങനെയാണ് വരുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ. ഇത് കോട്ടൺ അല്ല, കോട്ടൺ മിക്സ് ആണ് തോന്നുന്നുണ്ട്. വേറെ എന്തോ ഒരു മെറ്റീരിയൽ, പോളിസ്റ്റർ ആണോ മിക്സ്, എനിക്ക് കറക്റ്റ് പറയാനൊന്നും അറിയില്ല. അതിലെഴുതിയത് എനിക്ക് ഓർമ്മയില്ല. തനി കോട്ടൺ അല്ല, പക്ഷെ ഇടാൻ സുഖമൊക്കെ ഉണ്ട്, കളറൊന്നും പോകുന്നില്ല, അങ്ങനെയൊക്കെ. ഇതിന് ഒരു ഇതിൻ്റെ കൂടെ ഈ കളറ് പാൻറ്റും ഉണ്ട്. ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഇത് ആമസോൺ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ലിങ്ക് ഇടാം എന്തായാലും. പിന്നെ ഇതും ശരിക്കും കോട്ടൺ അല്ല, കോട്ടൺ മിക്സ് തന്നെയാണ്, പക്ഷെ കുഴപ്പമൊന്നുമില്ല, കളറൊന്നും പോകുന്നില്ല, ഇടാനൊക്കെ നല്ല മെറ്റീരിയലാണ്. ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെയും റേറ്റ് 400-ൽ താഴെയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. 300 ആണ് തോന്നുന്നുണ്ട്. 364 ആണോ അതോ 4? എന്തായാലും ലിങ്ക് ഇടല്ലോ, അപ്പം നോക്കിയാൽ മതി. അധികം റേറ്റ് ഒന്നും ഇല്ല. ഇങ്ങനെ ഇതിൻ്റെ നെക്ക് ഇങ്ങനെ ഇടാനൊക്കെ നല്ല സുഖാട്ടോ. ഇതിങ്ങനെ നല്ല ഒരു ഷേപ്പിൽ കിടക്കും, നമ്മളെ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് ഇങ്ങനെ കിടക്കും. ഞാൻ അധികം സൈസ് വാങ്ങിക്കുക ലാർജാണ്. പക്ഷേ ലാർജ് വാങ്ങിച്ചാലും എനിക്കത് വലുതാവും, കുറച്ച് വണ്ണം കൂടുതലാവും. അപ്പോൾ അത് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക, ഒന്നിങ്ങനെ സൈഡൊന്ന് ഇതായി കൊടുക്കും. പക്ഷേ ഒരുപാട് ഇങ്ങനെ ടൈറ്റ് ആക്കില്ല. വീട്ടിലിട്ട് നടക്കുന്നതിന് നമുക്കങ്ങനെ അങ്ങനെ ടൈറ്റ് ആക്കണ്ടല്ലോ, കുറച്ച് ലൂസായിട്ടിട്ട് നടക്കുന്നതല്ലേ നല്ലത്. പക്ഷെ എന്നാലും ചെറുതായിട്ടൊന്ന് ചിലപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വിടും. എന്നാലും മീഡിയം എടുക്കുകയാണെങ്കിൽ ചിലതെല്ലാം കറക്റ്റ് ആയിരിക്കും. മീഡിയം എടുത്താൽ കറക്റ്റ് ആയിരിക്കും. ചില ബ്രാൻഡിൻ്റെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ സൈസിന്. അപ്പോൾ ചിലത് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വരും. അപ്പോൾ അത് കാരണം ഞാൻ അധികം ലാർജ് എടുക്കും. ഇതാണ് ഇതിൻ്റെ നെക്ക് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ അടുത്തത് ഇതിട്ടിട്ടാവും എന്നെ അധികം കണ്ടിട്ടുണ്ടായിരിക്കാം. എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ കറക്റ്റ് എന്താ പറയുക, നല്ലൊരു ഷേപ്പിൽ ഇങ്ങനെ കിടക്കും.
എന്തോ എനിക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇടാറുണ്ട്. ഞാൻ അങ്ങനെയാണ്, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടയ്ക്കിടയ്ക്ക് ഇടും. ഇതിന്റെ നെക്ക് അതെ ഇങ്ങനെയാണ്, ഒരു വേറെ കാണുന്നുണ്ട് ഇങ്ങനെയുള്ളൊരു ഷേപ്പ്. ഇത് പിന്നെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്ക് പ്രത്യേകിച്ച് കാണണ്ട, ഞാൻ അധികം ഈ ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും, എന്നെ ഈ ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുക വീട്ടിൽ നടക്കുമ്പോൾ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഇത് 1000-ന്റെ അടുത്തുണ്ട് വില, 999 ആ ഒരു റേഞ്ചാണെന്ന് തോന്നുന്നു. ഇതിന് ഇതില്ല, പാൻറ് ഇല്ല കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഡ്രസ്സ്, അപ്പൊ ഇനി ഈ ഡ്രസ്സ് വാങ്ങിക്കണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തു വെച്ചത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ എന്ന് തോന്നണു. ഇത് വാങ്ങിക്കരുത് കേട്ടോ, ഒരിക്കലും വാങ്ങിക്കരുത്. നല്ല റിവ്യൂസ് ഒക്കെ അതിൽ കാണാണ്ട്, എങ്ങനെയാണോ നല്ല റിവ്യൂസ് കിട്ടിയെന്ന് എനിക്ക് അറിയണില്ല. ചിലപ്പോൾ മെറ്റീരിയൽ പിന്നീട് മാറ്റിയവരെന്ന് എനിക്ക് അറിയില്ല. ഒന്നിനും കൊള്ളില്ല, ഞാനിത് ഇടാറില്ല. ഞാൻ ഒറ്റ പ്രാവശ്യം 1-2 പ്രാവശ്യം ഇട്ട് തോന്നണു. ഇത് ഫസ്റ്റില് ഒന്ന് കഴുകിയപ്പോൾ തന്നെ അതിന്റെ സ്ഥിതി വളരെ പരിതാപകരമായി. പിന്നെ ഞാൻ ഇട്ടിട്ടില്ല, വീട്ടിലൊന്നും ഇടാൻ പറ്റില്ല, അത്രയും മോശം. നമുക്ക് ഇടുമ്പോ തന്നെ എന്തോ പോലെ തോന്നും. ഇതിനധികം വിലയില്ല, 400 എത്രയാണ് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഇത് ഓർമ്മയുണ്ടല്ലോ, മറക്കണ്ട. ലിങ്ക് ഞാൻ ഇടാം, അതിൽ കയറി നോക്കിയിട്ട്. അതെങ്ങാനും ആണെങ്കിൽ പിന്നീട് എപ്പോഴും കാണുകയാണെങ്കിൽ വാങ്ങിക്കണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് വെച്ചതാണിത്. ഇനി അടുത്ത ഡ്രസ്സ് ഇത് നല്ല ഡ്രസ്സാണ് കേട്ടോ. ഇത് നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഒരു കുർത്തി, അനാർക്കലി കുർത്തി, അതെ, റൗണ്ട് നെക്ക്, അതെ റൗണ്ട് നെക്കാണ്. ഇടാനൊക്കെ നല്ല സുഖമാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്, കളറൊന്നും അങ്ങനെ പോണില്ല. റേറ്റ് വരുന്നത് 760 എത്രയാണ് തോന്നുന്നുണ്ട്. അതെ 700 ആണ്. ഇതിൻ്റെ ബാക്കിലേക്കൊരു ഇങ്ങനെ ഒരു കെട്ട് ഒക്കെ ഉണ്ട് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് വേറെ ഒന്നും കൂടി ഉണ്ട്. ഞാൻ ആദ്യം വാങ്ങിച്ചത് ആ ബ്ലാക്ക് ആണ്. അപ്പോൾ ഇട്ട് നടക്കാൻ നല്ലൊരു സുഖം. അപ്പോഴാണ് ഞാൻ അങ്ങനെ കളർ ചേഞ്ച് വേറെ വാങ്ങിക്കാറില്ല, പക്ഷെ എനിക്കെന്തോ ഇഷ്ടമായി. അപ്പം ഞാൻ ഇത് കൂടി അങ്ങ് വാങ്ങിച്ചു. അതിൻ്റെ കളർ ചേഞ്ച് ഇത് വാങ്ങിക്കുകയും ചെയ്തു. ഇത് നല്ലതാട്ടോ. ഇങ്ങനെയാണ് ഇത് ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതും അതെ, എനിക്ക് ഇടുന്നത് ഇഷ്ടമാണ്. ഈ കളറ് അധികം ഇടുന്നത്. ഇതാണ് ഞാൻ ഫസ്റ്റിൽ വാങ്ങിച്ചത്, പിന്നെ അത് വാങ്ങിച്ചു. സെയിം തന്നെ, ഒരേ വില, 700 തന്നെ വില. നെക്കൊക്കെ ഇതുപോലെ തന്നെയാണ്, നല്ല മെറ്റീരിയലാണ് കേട്ടോ. കളറൊന്നും തീരെ പോണില്ല. ഞാനും മെഷീൻ വാഷല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഇതിനൊക്കെ എല്ലാം മെഷീൻ വാഷ് തന്നെ ചെയ്യാറ്. ചില പുതിയ ഡ്രസ്സ് മാത്രമാണ് ഞാൻ അങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യാറുള്ളൂ. പിന്നെ വീട്ടിലൊക്കെ ഇടുന്നതാണെങ്കിൽ ഞാൻ മെഷീൻ വാഷ് തന്നെയാണ് ഒക്കെ ചെയ്യുക. ഇതിന് ഇതില്ല കേട്ടോ, പാൻറ് ഇല്ല കേട്ടോ ഇതിനൊന്നും. ഈ 2 പിന്നെ വേറെ ഒന്നുമില്ല. ഇതിനൊന്നും പാൻറ് ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. അതിനാണ് 760 എത്രയാണ് പറഞ്ഞത്. പിന്നെ ഇത് നൈക്കേന്ന് വാങ്ങിച്ചതാണ്. റേറ്റ് ഓർമ്മയില്ല, ഞാൻ ലിങ്ക് ഇടാം. നല്ലൊരു കളറായിരുന്നു, കുറച്ച് ഫെയ്ഡായി. പുതിയത് വാങ്ങിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഹാൻഡ് വാഷ് തന്നെ ചെയ്തത്, പക്ഷേ എന്തോ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഫെയ്ഡായി. പിന്നെ ഇപ്പോൾ മെഷീൻ വാഷാണ് ചെയ്യാറ് കേട്ടോ. എന്നാലും ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഇപ്പം അങ്ങനെ പോകില്ല. ആദ്യത്തെ 1-2 പ്രാവശ്യം ഒന്ന് ചെറുതായിട്ട് കളർ പോയി, ചെറുതായിട്ട്, പക്ഷേ കുഴപ്പമില്ല. ഇതിൻ്റെ നെക്ക് എങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ ഒരു സ്ലിറ്റ് ഉള്ളത്. ഇങ്ങനെ ഇവിടെ ഈ ബട്ടൺസ് കഴിഞ്ഞിട്ട് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ സ്ലിറ്റ് ഉണ്ട്. ഇതിനും പാൻറ് ഇല്ല, ഇങ്ങനെ ഈ ഒരു ടോപ്പ് മാത്രമേ ഉള്ളൂ. ഇതിനൊക്കെ ഞാനിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ആ മോഡൽ ഉണ്ടാവില്ലേ, ഇതിൻ്റെ ഓൺലൈനിലുള്ള മോഡലിട്ട ഡ്രസ്സ്, അപ്പോൾ ആ ഫോട്ടോയും ഞാൻ ഒരു ഫോട്ടോ എടുക്കും.
എന്നിട്ട് രണ്ടും കൂടി കൊളാഷ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ നോക്കും. അതുപോലെയൊക്കെ എങ്ങനെ ഉണ്ട്, അത്രയ്ക്ക് ഇല്ലെങ്കിലും ഏകദേശം ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കും ആ കൊളാഷ്. വെറുതെ നേരം പോക്ക്. അത് ഞാൻ ആ കൊളാഷ് ഉണ്ടെങ്കിൽ ഞാൻ ആ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ വെക്കാട്ടെ. കുറേ മുൻപ് ഇതൊക്കെ കുറച്ച് മുൻപ് വാങ്ങിച്ചതല്ലേ, ഉണ്ടോ നോക്കട്ടെ. പിന്നെ ഈ ഡ്രസ്സ്, ഇത് നല്ല കോട്ടൺ ഒക്കെ തന്നെയാണ്. പക്ഷെ എന്തോ 2-3 പ്രാവശ്യം ഞാൻ ഇത് പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടായിട്ട് വാങ്ങിച്ചതാണ്, വീട്ടിലിടാൻ വേണ്ടി വാങ്ങിച്ചതല്ല. പക്ഷെ ഇത് വീട്ടിലിടേണ്ടി വന്നു. ഒരു പഴയ ഒരു മെറ്റീരിയൽ, അങ്ങനെ എന്തോ ആയിപ്പോയി. മെഷീൻ വാഷ് അല്ലായിരുന്നു ഞാൻ ആദ്യം ചെയ്തത്, ഹാൻഡ് വാഷ് തന്നെയായിരുന്നു. പക്ഷെ എന്താ അറിയില്ല, 2-3 വാഷ് ചെയ്തപ്പോൾ ഇതിൻ്റെ ആ പുതുക്കം അങ്ങ് പോയി. അപ്പം എനിക്ക് പിന്നെ പുറത്തേക്ക് ഇട്ടില്ല, ഞാൻ വീട്ടിലിടാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് വീട്ടിലിടാൻ തുടങ്ങി. നല്ല റേറ്റ് ഉണ്ട്, 1000-ന്റെ മുകളിലെങ്ങാണ്ടുണ്ട്. ടോപ്പ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ നല്ല ഷോളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും ഈ കുർത്തി കാണാൻ. ഇനി മറ്റ് ഡ്രസ്സുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരിക്കും. ഓൺലൈൻ വാങ്ങിച്ചതൊക്കെ ഞാനിപ്പോൾ എടുത്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, വീട്ടിലിടുന്ന ഡ്രസ്സുകളിലൊക്കെ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. മറ്റതൊക്കെ ഞാൻ ചിലപ്പോൾ ഷോപ്സിൽ നിന്നൊക്കെ വാങ്ങിച്ചതായിരിക്കും. മറ്റ് വേറെ ഡ്രസ്സുകളൊക്കെ കാണാറില്ലേ, ചിലതൊക്കെ UAE നിന്ന് വാങ്ങിച്ചതും ഉണ്ട്. അതിൽ ചിലതിനോടുള്ളൊരു ഇഷ്ടം കാരണം അങ്ങനെ സൂക്ഷിച്ചു വെക്കും. എൻ്റെ അടുത്തുണ്ട് അങ്ങനെ ചില ഡ്രസ്സിനോട് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഡ്രസ്സുകൾ കുറേ പ്രാവശ്യം അങ്ങനെ ഇടും. അങ്ങനെയുള്ളൊരു ഡ്രസ്സ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഒരു 10 വർഷത്തിൻ്റെ മേലെ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. സൂര്യനെ പ്രഗ്നൻ്റ് ആവണതിൻ്റെ മുൻപ് ഞാനത് സ്റ്റിച്ച് ചെയ്തതാണ്. എന്നിട്ട് സൂര്യൻ കുഞ്ഞു ആയിരിക്കുന്ന സമയത്തൊക്കെ എടുത്തിട്ട് ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ കാലം അത് യൂസ് ചെയ്ത് പിന്നെ അങ്ങനെ അതിനോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ള കാരണം അത് ഒഴിവാക്കിയില്ല. അതിനെന്തോ ലൈനിങ്ങിനൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കേടുവരാനൊക്കെ തുടങ്ങിയിരുന്നു. എന്നാലും ഞാനത് കളഞ്ഞില്ല, അതിനോടൊരു ഇഷ്ടം കാരണം. പിന്നെ അവനൊരു 10 വയസ്സൊക്കെ കഴിഞ്ഞുള്ള സമയത്ത് ഞാൻ അവനും കൂടിയിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട്, അതിട്ടിട്ട് അങ്ങനെ 10 വർഷത്തോളം ഞാൻ അപ്പോൾ 10 വർഷത്തിന് മീതെ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടാവും. അവനെ പ്രഗ്നന്റ് ആവണേൻ്റെ മുന്നേ സ്റ്റിച്ച് ചെയ്തതാണ്. എന്നിട്ട് അവർ 10 വയസ്സ് കഴിഞ്ഞിട്ട് ഞാനത് യൂസ് ചെയ്തല്ലോ. അങ്ങനെയുണ്ട് ചില ഡ്രസ്സുകളൊക്കെ, അങ്ങനെ ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. ചില ഡ്രസ്സിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്, ഇടാനും ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഓൺലൈൻ ഡ്രസ്സുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. ഞാൻ ഏത് വീഡിയോയിലാണ് അത് ഇട്ടിരിക്കുന്നതെന്നുള്ള, അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്കും ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കാം. പിന്നെ ഈ ഡ്രസ്സും ഓൺലൈനാണ്. ഇത് പിന്നെ ഞാൻ വീട്ടിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ല, ഇത് പുറത്തേക്ക് ഇടാൻ വേണ്ടി വാങ്ങിച്ചത് തന്നെയാണ് ഞാൻ. പിന്നെ ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ, ഇടാനൊക്കെ നല്ല സുഖമുണ്ട്. കളറൊന്നും പോണില്ല, ചുരുങ്ങുന്നൊന്നുമില്ല, അങ്ങനെയൊക്കെ. റേറ്റ് വരുന്നത് 700-ന് താഴെയാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുമല്ലോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.